നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂൺ മാസം 23-ാം തീയതി 1199 ആണ്ട് മിഥുന മാസം 9-ാം തീയതി ഞായറാഴ്ചയാണ്. പൂരാടം നക്ഷത്രവുമാണ് ഇന്ന്. പൂരാടം നക്ഷത്രമൊക്കെ ശരിക്ക് ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ്. പൂരാട നക്ഷത്രം ഞായറാഴ്ച ആണ്. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കിന്ന് പൊതുവെ എടുത്താൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഞായറാഴ്ചകളിൽ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാതെ വരും. കാരണം വിവാഹമോ അതുപോലെയൊക്കെ ചിലപ്പോൾ മുഹൂർത്തം നോക്കുമ്പോൾ കിട്ടാതെ വരും. ഇത് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായിട്ടുള്ള ദിവസം തന്നെയാണ്. അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം നമുക്ക് എടുക്കാം. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളൊരു പൂരാട നക്ഷത്രം, ശരിക്ക് മിഥുന മാസത്തിലെ പൂരാട നക്ഷത്രം വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വാർഷിക ഫലത്തെയാണ് ശരിക്ക് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ. എല്ലാ മാസത്തിലും പൂരാടമൊക്കെ വരുമെങ്കിലും ജനിച്ച മാസത്തിലെ പൂരാട നക്ഷത്രത്തിനാണ് പ്രാധാന്യം. അതായത് മിഥുന മാസത്തിലെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ആദിത്യം കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കാനിടയുള്ള നക്ഷത്രമായതുകൊണ്ട്, ദിവസമായതുകൊണ്ട് ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം. അലച്ചിലുണ്ടാവാം. നമുക്ക് അലച്ചിലെന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ കൂട്ടും, ഓരോ കാര്യങ്ങൾ സമയത്തിന് നടക്കാതെ വരും, അങ്ങനെ അസ്വസ്ഥതയുണ്ടാവും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൂര്യനെ പ്രീതിപ്പെടുത്തണം. ഏറ്റവും എളുപ്പ വഴി രാവിലെ എണീറ്റ് ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. അത് ബാലഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യൻ ഉദിച്ച് ശരിക്ക് 7 നാഴിക നേരം, 3 മണിക്കൂർ നേരം ബാലഭാവത്തിലാണ് സൂര്യൻ. അപ്പോൾ ഒരു 6:15 സൂര്യ ഉദയമെങ്കിൽ 9:15 വരെയും ബാലഭാവത്തിലേക്കാണ്. ആ സമയത്ത് അമൃതകിരണം പതിക്കുമെന്നാണ്. ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം. അപ്പോൾ അമൃതകിരണം പതിക്കും. ഒരു മണ്ഡലം 41 ദിവസത്തിലൊരിക്കൽ അമൃതകിരണം പതിക്കുമെന്നാണ്. അത് ആ ദിവസം എന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടെ മാത്രം തൊഴുതാൽ മതിയായിരുന്നു. അതുകൊണ്ട് 41 ദിവസം കണ്ടിന്യൂ തൊഴുന്ന ഒരാളിന് അമൃതകിരണം അവരിലേക്ക് പതിക്കും. അമൃതകിരണം പതിച്ചാലോ അവർ അമരരായിത്തീരും. അവർക്കുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടും. അതുകൊണ്ടാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ശക്തി. അപ്പോൾ അത് ചെയ്യുക. അതേപോലെ ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ ഹോമവും മാസത്തിലൊരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ നമ്മളെ ബർത്ത്ഡേ വരുന്ന ദിവസമോ പൂരാട നക്ഷത്രം വരുന്ന ദിവസമോ ചെയ്യുക. ഒരു മഹാമൃത്യുഞ്ജയ യന്ത്രം, മഹാദേവൻ്റെ തന്നെ യന്ത്രം നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് കെട്ടി ധരിക്കുക. ഇതൊക്കെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ദോഷഭാവം മാറി അവർക്ക് പ്രശസ്തി എന്ന് വെച്ചാൽ ജോലിയിൽ ഉയർച്ച, വിദ്യാഭ്യാസത്തിൽ പുരോഗതി, മറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രശസ്തിയൊക്കെ പ്രദാനം ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അവധി ദിവസമാണ്. ഓരോ കാര്യങ്ങൾക്ക് ഫംഗ്ഷനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെ അവിടെയോ അല്ലെങ്കിൽ മറ്റ് ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്നും നോക്കണ്ട. വൈകുന്നേരം നമ്മൾ ഓരോ യാത്രയ്ക്ക് പോവുകയാണ്. വൈകുന്നേരമാണ് കൂടുതലായിട്ടും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങണേ. ഈ സമയം രാഹുകാലം നോക്കി പോകണം. കാരണം രാഹു എന്ന് പറയുന്നത് ആ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഇഴച്ചിലുണ്ടാക്കുന്ന സമയമാണ്. ഏകദേശം 1.5 മണിക്കൂർ സമയം. അത് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ശരിക്ക് 4:30 തൊട്ട് 6 മണി വരെ 1.5 മണിക്കൂറാണ് എന്നാണ്. അത് കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ അന്ന് രാഹുകാല സമയം വരുന്നത് ശരിക്കും 5:10 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. ഇനി 5:10 മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ 6:40 കഴിഞ്ഞിട്ടേ ഇറങ്ങാവൂ. ഈ സമയം, ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ് രാഹുകാല സമയം. ഇപ്പോൾ രാഹു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കും. അതുപോലെ ഇന്നത്തെയും അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി
1 മിനിറ്റ് തൊട്ട് ആരംഭിക്കും. 12 മണി 49 മിനിറ്റ് വരെ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയം ശുഭകാര്യങ്ങളിൽ ശുഭത്തേക്കാൾ ശുഭമാണ്, ശുഭ ദിവസമാണ്, അതിൽ ഏറ്റവും ശുഭമായിട്ടുള്ള സമയമാണ്. പക്ഷെ നമുക്കൊന്നിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളികകാല സമയം എന്ന് വരുന്നത് ശരിക്ക് ഗുളികൻ്റെ സമയം വരുന്നത് 3 മണി 36 മിനിറ്റ് തൊട്ട് 5 മണി 10 മിനിറ്റ് വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 12 മണി 27 മിനിറ്റ് തൊട്ട് യമകണ്ഠ കാലം തുടങ്ങുകയാണ്, അത് 2 മണി 1 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യം എടുക്കരുത്. കാരണം അത് നമുക്ക് നിർബന്ധമായും നമുക്കൊരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത സമയമാണ്. ആ സമയം വളരെ ശ്രദ്ധയോടുകൂടി പോകണം. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ വസ്ത്രധാരണത്തിന് പ്രാധാന്യം, വസ്ത്രധാരണം അതനുസരിച്ചുള്ള അതാത് ദിവസത്തിൻ്റേതായ കളറിലുള്ള വസ്ത്രം ധരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കുറേ പോസിറ്റീവ് വന്നു ചേരുന്നതായി കണ്ടിട്ടുണ്ട്. അതായത് താമരപ്പൂവിൻ്റെ കളറ്, അതുപോലെ റോസ് മിക്സായിട്ടുള്ള കളറ് ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് അന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഫുൾ റോസ് കളറിൽ പോകണം അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറിൽ പോകണമെന്നല്ല, വസ്ത്രത്തിൻ്റെ ആ കളറും കൂടി ഉൾപ്പെടുത്തി വസ്ത്രധാരണം ചെയ്ത് പോകുന്നത് ഭാഗ്യത്തെ കൊണ്ടുതരും എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ എല്ലാ ആൾക്കാർക്കും, പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.